In this video, we are going to discuss set in Python. Let's see the concept of set. Set is an unordered collection of unique items. Set എന്ന് പറയുന്നത് ഒരു unordered collection of unique items ആണ്. സെറ്റിനകത്ത് ഒരേ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വാല്യൂസ് പോസിബിൾ അല്ലാത്ത അൺഓർഡേഡ് കളക്ഷൻ ഓഫ് ഐറ്റംസിനെയാണ് നമുക്ക് സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത, സെറ്റിനകത്ത് വാല്യൂസ് സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണ്. And these values are enclosed within this ബ്രേസസിനുള്ളിൽ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്താണ് സെറ്റിലെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ഐറ്റംസ് ആൻഡ് ദേ മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. എത്ര നമ്പർ ഓഫ് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് സെറ്റിനുള്ളിൽ പ്ലേസ് ചെയ്യാം. അത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലും നമുക്ക് പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്തൊരു ഇൻറ്റിജർ, ഒരു ഫ്ലോട്ട്, ഒരു ടപ്പിൾ, ഒരു സ്ട്രിങ്, ഇതൊക്കെ എനിക്ക് പോസിബിൾ ആണ്. പക്ഷേ ഒരു ലിസ്റ്റ് അതിനകത്ത് പോസിബിൾ അല്ല. കാരണം ലിസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഉള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്സ് നമുക്ക് സെറ്റിനുള്ളിൽ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. Since they are unordered, we cannot access or change an element of a set using indexing or slicing. നമുക്ക് ലിസ്റ്റ് ഓർഡേർഡ് ആയതുകൊണ്ട്, അതായത് നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് ലിസ്റ്റിലെ ഐറ്റംസ് നമുക്ക് ആക്സസ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് സ്ലൈസിങ് പോസിബിൾ ആണ്. ടപ്പിളിലും അത് ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ഇൻഡെക്സ് വെച്ച് നമുക്ക് ടപ്പിളിനെ ആക്സസ് ചെയ്യാം. വേറാസ് സെറ്റിൽ ഇൻഡെക്സ് വെച്ച് നമുക്ക് വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സെറ്റിൽ ഇൻഡെക്സിങ്ങും സ്ലൈസിങ്ങും ഇല്ല. We can perform set operations like union, അതായത് മാത്തമാറ്റിക്കൽ സെറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്, ഇതെല്ലാം നമുക്ക് സെറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെറ്റ് ഹാവ് യുണീക്ക് വാല്യൂസ്. ഡ്യൂപ്ലിക്കേറ്റ്സ് ആർ നോട്ട് അലൗഡ് ഇൻ സെറ്റ് ആൻഡ് ദേ എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഇപ്പം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പം ഞാനൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, ഞാൻ ഒരു സെയിം ഐറ്റം തന്നെ വീണ്ടും ഞാൻ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചാൽ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ എലിമെൻ്റ് അതിനകത്ത് ഉണ്ടാവത്തില്ല. ആൻഡ് എംപ്റ്റി സെറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ യൂസിങ് ദ ഫംഗ്ഷൻ സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കോഡ് എഴുതുകയാണെങ്കിൽ ഒരു എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ആവും. ഇപ്പം ഒരു സെറ്റ്, രണ്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. S1 എന്നാണ് ഫസ്റ്റ് സെറ്റിൻ്റെ പേര്. അതിനകത്ത് 1, 2, 3 ഇതെല്ലാം ഇൻറ്റിജേഴ്സ് ആണ്. ദെൻ സെറ്റ് 2 നോക്കി, ഇവിടെ രണ്ട് ഇൻറ്റിജേഴ്സ് 1 and 2 ആർ ഇൻറ്റിജേഴ്സ്. 18.5 ഇസ് എ ഫ്ലോട്ട് ആൻഡ് ആപ്പിൾ ഇറ്റ്സ് എ സ്ട്രിങ്. അപ്പം മിക്സഡ് ഡാറ്റ ടൈപ്സിലുള്ള വാല്യൂസ് നമുക്ക് സെറ്റിനുള്ളിൽ പോസിബിൾ ആണ്. നൗ ലെറ്റ്സ് സീ ബിൽറ്റ് ഇൻ സെറ്റ് ഫങ്ഷൻസ്. സെറ്റിനകത്തുള്ള ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, len ഓഫ് സെറ്റ്, ലെങ്ത് ഓഫ് സെറ്റ്. അതായത് നമുക്ക് ആ സെറ്റിനുള്ളിൽ എത്ര ഐറ്റംസ് ഉണ്ടോ ആ നമ്പർ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് റിട്ടേൺ കിട്ടുക. അപ്പം നിങ്ങൾ നോക്കി, സെറ്റ് 1 ഓറഞ്ച് 45 78, ഇതിനകത്ത് എത്ര വാല്യൂസ് ഉണ്ട്? 4 ഐറ്റംസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ദെൻ മാക്സ് ഓഫ് സെറ്റ്, റിട്ടേൺസ് ഐറ്റം ഫ്രം ദ സെറ്റ് വിത്ത് മാക്സിമം വാല്യൂ. ഒരു സെറ്റിലെ ഏറ്റവും മാക്സിമം വാല്യൂ ഏതോ അതാണ് ഈ ഫംഗ്ഷൻ, മാക്സ് ഓഫ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. സെറ്റ് 1 is equal to 23, 45, 2, 67, 34. അപ്പോൾ പ്രിന്റ് മാക്സ് ഓഫ് സെറ്റ് 1 എന്ന് ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് 67 ആണ് ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ. സോ 67 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ദെൻ മിൻ ഓഫ് സെറ്റ്, റിട്ടേൺസ് ദ ഐറ്റം ഫ്രം ദ സെറ്റ് വിത്ത് മിനിമം വാല്യൂ. ഒരു സെറ്റിലെ മിനിമം വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ സെറ്റിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പം ഞാൻ പ്രിന്റ് മിൻ ഓഫ് സെറ്റ് 1 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് 2 ആയിരിക്കും. ദെൻ സം ഓഫ് സെറ്റ്, ഒരു സെറ്റിലെ എല്ലാ ഐറ്റംസിൻ്റെയും കൂടി സം ആയിരിക്കും സം ഓഫ് സെറ്റ് റിട്ടേൺ ചെയ്യുക. സെറ്റ് 1 is equal to 147, 3, ഈ രണ്ട് വാല്യൂസേ ഉള്ളൂ. അപ്പോൾ സം ഓഫ് സെറ്റ് 1 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക 150 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും. ദെൻ സോർട്ടഡ് ഓഫ് സെറ്റ്, റിട്ടേൺസ് എ ന്യൂ സോർട്ടഡ് സെറ്റ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റിനെ സോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോർട്ടഡ് ഓഫ് സെറ്റ് നെയിം, സെറ്റിൻ്റെ പേരെന്താണോ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്ത് നമ്മുടെ സെറ്റ് ലഭിക്കുന്നതായിരിക്കും. ദെൻ എനി ഓഫ് സെറ്റ്, റിട്ടേൺസ് ട്രൂ ഇഫ് സെറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 ഐറ്റം, ഫോൾസ് അതർവൈസ്. ഒരു സെറ്റിൽ ഒരു ഐറ്റം എങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ സെറ്റ് 1 is equal to set of എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു. സെറ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ
എം ടി സെറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനകത്ത് വാല്യൂസ് ഇല്ല. അപ്പോൾ ഞാൻ പ്രിന്റ് ഓഫ് എനി ഓഫ് സെറ്റ് 1 ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇവിടെ സെറ്റ് 2 നോക്കി 2 4 6 ഇതിനകത്ത് 3 ഐറ്റംസ് ഉണ്ട്. അപ്പം ഞാൻ പ്രിന്റ് ഓഫ് എനി ഓഫ് സെറ്റ് 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. നൗ ലെറ്റ്സ് സീ ബിൽറ്റ് ഇൻ സെറ്റ് മെത്തേഡ്സ്. സെറ്റിലെ കുറച്ച് ബിൽറ്റ് ഇൻ മെത്തേഡ്സ് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ സെറ്റ് ഡോട്ട് ആഡ് ഓഫ് OBJ, അതായത് ആഡ് ആൻ എലിമെന്റ് OBJ ടു ദ സെറ്റ്. അപ്പോൾ സെറ്റിൽ ഓൾറെഡി കുറച്ച് എലിമെന്റ്സ് കാണും, അതിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആഡ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് നെയിം ഡോട്ട് ആഡ് ഓഫ് ഏത് വാല്യൂ ആണോ എനിക്ക് ആഡ് ചെയ്യേണ്ടത് ആ വാല്യൂ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റെ സെറ്റിൻ്റെ പേര് സെറ്റ് 1 ആണ്. അതിനകത്ത് 1 3 4 5 ഇത്രയും വാല്യൂസ് ആണുള്ളത്. ഞാനിപ്പം സെറ്റ് 1 ഡോട്ട് ആഡ് ഓഫ് 6 എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് ഞാൻ ഈ സെറ്റ് 1 പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന 1 3 4 5 6 എന്ന് കിട്ടും. ദെൻ സെറ്റ് ഡോട്ട് റിമൂവ് ഓഫ് ഒബ്ജക്റ്റ്, സെറ്റ് ഡോട്ട് ഡിസ്കാർഡ് ഓഫ് ഒബ്ജക്റ്റ്, ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. കാരണം സെറ്റ് ഡോട്ട് റിമൂവ് ഓഫ് ഒബ്ജക്റ്റും സെറ്റ് ഡോട്ട് ഡിസ്കാർഡ് ഓഫ് ഒബ്ജക്റ്റും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മുടെ സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇത് രണ്ടും. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെറ്റ് ഡോട്ട് റിമൂവിൽ ഇപ്പം നമ്മൾ റിമൂവ് ചെയ്യാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ പേര് ഒരു ഒബ്ജക്റ്റ് കൊടുക്കണമല്ലോ. ആ ഒബ്ജക്റ്റ് നമ്മുടെ സെറ്റിൽ ഇല്ലെങ്കിൽ ഒരു എറർ റേസ് ചെയ്യും. വേറാസ് സെറ്റ് ഡോട്ട് ഡിസ്കാർഡ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സെറ്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാനാണ്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റിമൂവ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്ന എലിമെൻ്റ് അതിനകത്ത് ഇല്ലെങ്കിലും ഒരു എററും വരത്തില്ല. ഇപ്പം നോക്കിയേ സെറ്റ് 1 1 3 4 5 ഉണ്ട്. സെറ്റ് 1 ഡോട്ട് റിമൂവ് ഓഫ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറ്റിൽ നിന്ന് ഈ 5 എന്ന് പറയുന്നതിനെ റിമൂവ്ഡ് ആവും. ഇപ്പം ഈ 5 ഇല്ലായിരുന്നെങ്കിൽ ഒരു എറർ മെസ്സേജ് വരുമായിരുന്നു. ദെൻ സെറ്റ് ഡോട്ട് ഡിസ്കാർഡ് ഓഫ് OBJ എന്ന് പറയുന്നത് ഇപ്പം സെറ്റ് 1 1 3 4 5 ഡിസ്കാർഡ് ഓഫ് 3 എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഇതിനകത്തില്ല, ഇതിനകത്തുണ്ട് 3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്തു. ഇനി ഈ 3 എന്ന് പറയുന്നത് ഇല്ലായിരുന്നെങ്കിലും ഇവിടെ യാതൊരു എററും വരത്തില്ലായിരുന്നു. ദെൻ സെറ്റ് ഡോട്ട് പോപ്പ് ഓഫ്, ഈ പോപ്പ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാനാണ്. പക്ഷെ നമുക്കിഷ്ടമുള്ള ഒബ്ജക്റ്റ് അല്ല, ഏതെങ്കിലും ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒരു സെറ്റ് എലിമെൻറ്റിനെ റിമൂവ് ചെയ്തിരിക്കും. ഇനി സെറ്റ് എം ടി ആണെങ്കിൽ ഇവിടെയും ഒരു എറർ മെസ്സേജ് വരും. ഇനി സെറ്റ് 1 എന്ന് പറയുന്ന 1 3 4 5 സെറ്റ് 1 ഡോട്ട് പോപ്പ് ഓഫ്, ഏത് എലിമെൻ്റ് ആണ് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു എലിമെൻറ്റ് പോയി ഉണ്ടാവും. ഇവിടെ ഞാൻ 4 ആണ് ഇല്ലാതിരിക്കുന്നത്. ദെൻ സെറ്റ് 1 ഡോട്ട് അപ്ഡേറ്റ് ഓഫ് സെറ്റ് 2. സെറ്റ് 1 ഡോട്ട് അപ്ഡേറ്റ് ഓഫ് സെറ്റ് 2 എന്ന് പറഞ്ഞാൽ സെറ്റ് 1ലേക്ക് സെറ്റ് 2ലെ എല്ലാ ഐറ്റംസും വരും. അപ്പം അതെന്താ സംഭവിക്കുന്നത്? സെറ്റ് 1ലേക്ക് സെറ്റ് 2ലെ എല്ലാ ഐറ്റംസും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ യൂണിയൻ ഓഫ് 2 സെറ്റ്സ്. സെറ്റ് 1ൻ്റെയും സെറ്റ് 2ൻ്റെയും യൂണിയനാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് വരുവാണെങ്കിൽ, അതായത് സെറ്റ് 1ലുള്ള എലിമെൻറ്റ്സ് സെറ്റ് 2ലും ഉണ്ടെങ്കിൽ ആ എലിമെൻറ്റ്സ് അപ്ഡേറ്റ് ആയി സെറ്റ് 1ലേക്ക് വരത്തില്ല. ആ ഒരു പ്രാവശ്യം മാത്രമേ അത് ഉണ്ടാവത്തുള്ളൂ, 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരത്തില്ല. ഇവിടെ നോക്കി സെറ്റ് 1 3 8 2 6 സെറ്റ് 2 എന്ന് പറയുന്നതിന് 4 2 1 9 ഇതിനകത്ത് 2 സെറ്റിലും 2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. പക്ഷേ സെറ്റ് 1 ഡോട്ട് അപ്ഡേറ്റ് ഓഫ് സെറ്റ് 2 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റ് 1 പ്രിന്റ് ചെയ്യുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരേണ്ടതാണല്ലോ യൂണിയൻ നടക്കുമ്പോൾ. പക്ഷേ സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ 2 പ്രാവശ്യം സെയിം ഐറ്റം വരില്ല. അപ്പം ഇവിടെ വരുന്നത് 1 2 3 4 6 8 9 എന്നുള്ളതായിരിക്കും. താങ്ക് യു.